സ്റ്റുഡൻസ്, നമുക്കിവിടെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് അക്കോർഡിംഗ് ടു റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റീസ് ഈസ് ടെക്നിക്കലി കോൾഡ് ക്ലാസിഫിക്കേഷൻ. പറഞ്ഞതുപോലെ തന്നെ ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് അക്കോർഡിംഗ് ടു റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റീസ് ഇസ് ടെക്നിക്കലി കോൾഡ് ക്ലാസിഫിക്കേഷൻ. ഇത് തന്നെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുക ഡാറ്റേനെ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് റോ ഡാറ്റ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ എപ്പോഴും കളക്ഷൻ്റെ നേരത്തെ നമുക്ക് ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞ് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡാറ്റ കളക്റ്റഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ഈസ് ഹൈലി ഡിസോർഗനൈസ്ഡ്. എപ്പോഴും ഡാറ്റ അതിൻ്റെ ഒറിജിനൽ ഫോമിൽ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് വളരെ ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. ദേ ആർ ഓഫൺ വെരി ലാർജ് ആൻഡ് ക്യുംബസം ടു ഹാൻഡിൽ. വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാൻ. ഇറ്റ് ഈസ് എ ടീഡിയസ് ടാസ്ക് ടു ഡ്രോ മീനിങ് ഫുൾ കൺക്ലൂഷൻ ഫ്രം സച്ച് റോ ഡാറ്റ. ഇതിനുള്ള റോ ഡാറ്റയിൽ നിന്ന് മീനിങ് ഫുൾ കൺക്ലൂഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാട്ട് ഈസ് റോ ഡാറ്റ എന്ന് പറഞ്ഞ് ചോദിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ടേബിൾ തരികയാണ്, മാർക്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എക്കണോമിക്സിലെ മാർക്കുകൾ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ എന്താണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഒരു റോ ഡാറ്റേൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് അനുമാനം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിനൊരു ഓർഡർ ഇല്ല. എന്തെങ്കിലും നമുക്ക് കുറഞ്ഞ മാർക്കിൽ നിന്ന് കൂടുതൽ മാർക്കിലെങ്കിലും എത്തിയാൽ നമുക്ക് പെട്ടെന്ന് ഏതാണ് കുറവ് ഏതാണ് കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കിയിരുന്നു. ഇതിപ്പോൾ ഏതാണ് കുറവ് ഏതാണ് കൂടുതലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനാണ് റോ ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ പറഞ്ഞ റോ ഡാറ്റ മീൻസ് എന്താണ്? ഡാറ്റ വിച്ച് ഹാസ് നോട്ട് ബീൻ ക്ലാസിഫൈഡ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും നമുക്ക് അതിന് സംഗതി കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. യു ഹാവ് ടു ക്ലാസിഫൈ ഡാറ്റ. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക? ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ജോഗ്രഫിക്കൽ, ക്രോണോളജിക്കൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഏരിയ വൈസ്. പിന്നെന്താണ് ക്രോണോളജിക്കൽ? നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ബേസിസ് ഓഫ് ടൈമിൽ അത് ആദ്യം വന്നു. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ഒരു ലിസ്റ്റ് തരാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ തോന്നിയ മാതിരി എഴുതി കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ എഴുതി കൊടുക്കാം. അത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ. പിന്നെന്താണ് ക്വാളിറ്റേറ്റീവ്, അക്കോർഡിംഗ് ടു സം ആട്രിബ്യൂട്ട്സ്. അല്ല, അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പറയേണ്ടിയിരുന്നു നിങ്ങളുടെ ക്ലാസ്സിൽ, നമ്മളിപ്പോൾ സിനിമ അതിൻ്റെ റേറ്റിംഗ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദശാബ്ദത്തിലെ ഒരു 10 സിനിമകൾ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഔട്ട് ഓഫ് 5 ഔട്ട് ഓഫ് 10 സ്റ്റാർസിൽ എത്ര റേറ്റിംഗ് കിട്ടിയ സിനിമകൾ നമുക്ക് വേണമെങ്കിൽ ഫ്രം ദ മോസ്റ്റ് സ്റ്റാർസ് ടു ദ ലീസ്റ്റ് സ്റ്റാർസ്. അതായത് സിനിമേൻ്റെ നമ്മൾ റേറ്റിങ്ങിൻ്റെ സ്റ്റാർസാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണം നമുക്ക് ക്വാളിറ്റേറ്റീവ്. അതൊരു ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അതിന് ക്വാണ്ടിറ്റി ഇല്ല. അല്ലെ, നമ്മൾ കണ്ടിട്ട് നമുക്ക് കിട്ടുന്ന സേവനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സന്തോഷം ആണ് നമ്മൾ ആ റേറ്റിങ്ങിലൂടെ കാണിക്കുന്നത്. ദെയർ ഇസ് നോ ക്വാണ്ടിറ്റി ദെയർ. അടുത്തെന്താ പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അല്ലേ, നമുക്ക് എത്ര kgs വരാം, എമൗണ്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് വരാം. ഫസ്റ്റ് ഈ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം അല്ലേ, സ്റ്റുഡൻസ് ഫ്രം കേരള, തമിഴ്നാട്, കർണാടക വരുന്നത് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് ക്രോണോളജിക്കൽ അല്ലേ, 51 എത്ര പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, 2001 എന്തായി 100 കടന്നു. ക്രോണോളജിക്കൽ 51 മുതൽ 2001 വരെ. അടുത്തത് ക്വാളിറ്റേറ്റീവ്. അണ്ടർ ദിസ് മെത്തേഡ് ഡാറ്റ ഇസ് ക്ലാസിഫൈഡ് ഓൺ ദി ബേസ് ഓഫ് സം ആട്രിബ്യൂട്ട് ഓർ ക്വാളിറ്റി സച്ച് ആസ് നമ്മൾ ജെൻഡർ ആവാം, പിന്നെ കളർ ഓഫ് ഹെയർ. ഈ വക ക്വാളിറ്റീസ് വെച്ച് നമുക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ്സ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ആവാം, ഹൈറ്റ് അല്ലേ, നമുക്ക് മെഷർമെൻറ്റ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അടുത്തതാണ് വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ എന്താണ് വേരിയബിൾ എന്ന് വെച്ചാൽ എ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂമറിക്കലി വാല്യൂ ചെയ്യാൻ പറ്റുന്നത് അതിനാണ് നമ്മൾ വേരിയബിൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക ഒരു സാധനത്തിൻ്റെ. അടുത്ത നമ്മൾ എ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് കനോട്ട് ബി മെഷേർഡ് ബട്ട് ക്യാൻ ഓൺലി ബി എക്സ്പ്രസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിറ്റി is called or attribute is called qualitative data അല്ലേ. ഇതിനെ രണ്ടുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് മണി മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് നമ്മൾ വേരിയബിൾ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വാളിറ്റി അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ ആട്രിബ്യൂട്ട് എന്നും പറയാൻ പറ്റും. അടുത്തതാണ് കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും. ഒരു ഡാറ്റേൻ്റെ കൂടെ നമ്മളൊരു
എനി ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ എക്സാമ്പിൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 0 to 10, 10 to 20, 20 to 30 ഇങ്ങനത്തെ വേരിയബിൾസ് നമ്മളുടെ ഡാറ്റേൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എന്താ, ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയാം. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഡാറ്റേൻ്റെ അടുത്ത് എന്താണ് 10, 5, 15 ഇതൊക്കെ എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു വേരിയബിളാണ്. ഇതിന് മാറ്റമില്ല. 10 ഇത് 10ൻ്റെയും 0ത്തിൻ്റെ ഇടയിൽ വരാം. കണ്ടിന്യൂസ് വേരിയബിളാണ്. ഇതെന്താണ്, ഇത് ഡിസ്ക്രീറ്റ് വേരിയബിൾ. എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആർ ദോസ് വിച്ച് ക്യാൻ ടേക്ക് ഓൺലി certain values. ഒരു certain-ആയ വാല്യൂ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു certain-ആയ വാല്യൂവിനെ നമുക്ക് എന്താണ് എടുക്കാൻ പറ്റുന്നതിൻ്റെ പേരാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണ്. എന്തൊക്കെ സീരീസ് വരുന്നുണ്ട്? ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ് വരുന്നുണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് വരുന്നുണ്ട്, കണ്ടിന്യൂസ് സീരീസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് ആദ്യം നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ഇൻ ദിസ് ടൈപ്പ് ദി ഐറ്റംസ് ആർ ലിസ്റ്റഡ് singly, showing the observations relating to them. An individual series may be arranged either in ascending order or in descending order. You may also called a symbol array. നമ്മളിതിനെ സിമ്പിൾ അറേ എന്നും ഇൻഡിവിജ്വൽ സീരീസിനെ നമുക്ക് വിളിക്കാം. For example, the wages earned by 6 workers a day can be shown in an individual series. അപ്പോൾ 6 വർക്കേഴ്സ്, 6 ജോലിക്കാർ വാങ്ങിയിരിക്കുന്ന വേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ആദ്യത്തെ ആൾ വാങ്ങിയിരിക്കുന്നത്, ഒരു വർക്കർ വാങ്ങിയിരിക്കുന്നത് 126, രണ്ടാമത്തെ ആൾ വാങ്ങിയിരിക്കുന്നത് 134, മൂന്നാമത്തത് വാങ്ങിയിരിക്കുന്നത് 127, നാലാമത്തത് എന്താണ് 119, അഞ്ചാമത്തെ ആൾ എന്താണ് 141, ആറാമത്തെ ആൾ 115. ഇതിലെന്താണ് ഓരോരുത്തരും, ഇത് നമ്മൾ ഈ നമ്പേഴ്സ് നോക്കണ്ട, ഇത് ഓരോ വർക്കർക്ക് കൊടുക്കുന്ന നമ്പറുകളാണ്. ചിലപ്പോൾ ഇവിടെ പേരാവാം, ചിലപ്പോൾ ഇവിടെ അനിൽ, സുനിൽ, എന്താണ് രമേശ്, അങ്ങനെ എന്ത് പറഞ്ഞിട്ട് വരാം. വർക്കർ 1 വാങ്ങിയിരിക്കുന്നതാണ്, വർക്കർ 2 വാങ്ങിയിരിക്കുന്നത്. ഇത് 121 രൂപ എന്നാണ് ഒരാളെ വാങ്ങിയിട്ടുള്ളൂ, 134 ഒരാളെ വാങ്ങിയിട്ടുള്ളൂ. 2 പേര് വാങ്ങിയെന്നാണ് പറഞ്ഞത്. വർക്കർ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ല, വർക്കർ നമ്പർ, വർക്കർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന നമ്പർ. കാരണം അയാളുടെ എന്താണ് ഐഡൻറ്റിറ്റി കാർഡിൽ അസൈൻ ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ പേരാണ്. അപ്പോൾ ഒക്കെ വാങ്ങിയിരിക്കുന്ന ഓരോ വർക്കേഴ്സാണ്. അപ്പോൾ ഓരോ ആൾക്കാർ വാങ്ങിയിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പേരാണ് എന്ത്, ഈ പറയുന്ന വേജുകൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, റോൾ നമ്പേഴ്സ് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ റോൾ നമ്പർ തന്ന ആൾക്കാർ എന്താണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ BNMൽ ഓരോരുത്തരും വാങ്ങിയിരിക്കുന്ന മാർക്ക്, ഫസ്റ്റ് അതായത് റോൾ നമ്പർ 1 ഇത്ര വാങ്ങി, റോൾ നമ്പർ 2 ഇത്ര വാങ്ങി, അല്ലേ? അപ്പോൾ 2 പേര് വാങ്ങിയെന്നല്ലോ, റോൾ നമ്പർ 2 ആൾ വാങ്ങി എന്നുള്ളത്. അപ്പോൾ അതാണ് എന്ത് ഇൻഡിവിജ്വൽ സീരീസിൽ പറയുന്ന കാര്യം. അടുത്തതായിട്ട് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ പറയുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം, certain items ഒക്കെ മെനി ടൈംസ് ഇൻ ദ ഡാറ്റ. ചിലത് മെനി ടൈംസ് വരാം. അപ്പോൾ എന്താണ്, ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻഡിക്കേറ്റിംഗ് ദ നമ്പേഴ്സ് ഓഫ് ടൈംസ് ഈച്ച് ഐറ്റം ഒക്കേഴ്സ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ എഴുതിയിട്ട് ഇത്രയും വരാം. എ ഡിസ്ക്രീറ്റ് സീരീസ് ഈസ് ഓൾസോ കോൾഡ് എ ഫ്രീക്വൻസി അറേ. ഇതിനെ ഫ്രീക്വൻസി അറേ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, സിംഗിൾ അറേ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെന്താ പറയുന്നത്, ഫ്രീക്വൻസി അറേ. ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ഈസ് ഐദർ നോട്ട് ഡിവിസിബിൾ ഓർ ഇസ് നോട്ട് ഡിവൈഡഡ്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്, നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ കപ്പിൾ. അപ്പോൾ തീരെ കുട്ടികളില്ലാത്ത 21 കപ്പിൾസ് ഉണ്ട്, ഒരു കുട്ടിയുള്ള 29 കപ്പിൾസ് ഉണ്ട്. അതായത് കപ്പിൾസ് മീൻസ് എന്താണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. 2 കുട്ടികളുള്ള 45 കപ്പിൾസ് ഉണ്ട്, 3 കുട്ടികളുള്ള 55 കപ്പിൾസ് ഉണ്ട്, 4 കുട്ടികളുള്ള എന്തുണ്ട് 10 കപ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മളെന്താണ്, വർക്കർ 1ന് 100, വർക്കർ 2ന് കിട്ടുന്ന പൈസ 150, വർക്കർ 3ന് കിട്ടുന്ന പൈസ 50. ഇവിടെ എന്താണ്, നമ്പർ ഓഫ് ചൈൽഡ് എന്താണ് ഇവിടെ പറയുന്നത്, നമ്പർ ഓഫ് കപ്പിൾസ്, അതായത് ഭാര്യ ഭർത്താവ്. തീരെ കുട്ടികളില്ലാത്തത് എത്ര പേർക്കുണ്ട്, 21. ഒരു കുട്ടിയുള്ളത് 29, 2 കുട്ടിയുള്ളത് 45. അതെങ്ങനെ വേണേൽ മാറാം. ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഒരാൾ വാങ്ങുന്നത് 100, രണ്ടാമത്തെ ആൾ വാങ്ങുന്നത് 50, മൂന്നാമത്തെ ആൾ വാങ്ങുന്നത്
എത്ര അല്ല രണ്ടാമത്തെ ആൾ 150, മൂന്നാമത്തെ ആൾ 50. ഇവിടെ എന്താ വെച്ചാൽ തീരെ ഇല്ലാത്തത് 21 പേരുണ്ട്, ഒന്നുള്ളത് 29 പേരുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ ഒരു ഡാറ്റേൻ്റെ കൂടെ ഈ ഒരു വേരിയബിൾ എന്താണ് അസൈൻ ചെയ്ത് കിടക്കുന്നുണ്ടല്ലേ. 0 എന്നതിൻ്റെ കൂടെ 21 കപ്പിൾസിന് തീരെ കുട്ടികളില്ല. ഇവിടെ എന്താണ് 100 എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നതാണ്, ആദ്യത്തെ ആൾ വാങ്ങുന്നു. ഇതിനെന്താണ് വേറെ അസൈൻമെൻറ്റുകൾ എല്ലാവരും എന്താണ് അടുത്ത് വരുന്ന ഇതെന്താണ് ഒന്നാണ്, എല്ലാവരും ഒരാൾ വാങ്ങുന്നതാണ്. ഇവിടെ 21 എന്ന് പറഞ്ഞാൽ ആരുമില്ല. 21 കുട്ടികൾക്ക് എന്താണ് 0 എന്ന് പറഞ്ഞ് തീരെ കുട്ടികളില്ലാത്തത് 21 പേർക്കുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ എത്ര പേരായി, ഇതെല്ലാം കൂടി കൂട്ടിയാലായി എത്ര പേരുണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ എത്ര പേരേ ഉള്ളൂ ടോട്ടൽ? 1, 2, 3 പേരേ ഉള്ളൂ. ഇവിടെ എന്താണ് 21 കൂട്ടണം 29, 30, 30 കൂട്ടണം 45, 75 പേരുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ഇതിനാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്തതാണ് കണ്ടിന്യൂസ് സീരീസ്. ഇൻ കണ്ടിന്യൂസ് സീരീസ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വേരിയബിൾസ് ആർ സ്റ്റേറ്റഡ് ഇൻ എ കണ്ടിന്യൂസ് മാനർ വിത്ത് റെസ്പെക്റ്റ് ടു ദെയർ ഫ്രീക്വൻസീസ്. ഒരു കണ്ടിന്യൂസ് മാനറിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതുമാതിരി തന്നെ ചെറിയ വ്യത്യാസമല്ല, ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. 145 മുതൽ 150 സെൻറ്റിമീറ്റർ വരെയുള്ള 10 കുട്ടികളുണ്ട്. ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 70 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഇതും തമ്മിൽ വ്യത്യാസമായില്ലേ. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ ആയിരുന്നു, ഇതെന്തായിരുന്നു ഡിസ്ക്രീറ്റ് സീരീസാണ്. കണ്ടിന്യൂസിൽ വരുമ്പോൾ വെയിറ്റ് നോക്കാം നമുക്ക് വേണമെങ്കിൽ. വെയിറ്റ് പിന്നെന്താണ് നമ്പർ ഓഫ് പീപ്പിൾ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് സീരീസ് എന്താ വെച്ചാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ഇങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസിൽ എന്താണ് നമ്മൾ ഒരു കണ്ടിന്യൂഷനാണ് പറയുന്നത്. 145 മുതൽ 50 വരെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ എഴുതി എന്താണ് ഡിസ്ക്രീറ്റിൽ നമ്മൾ ഇങ്ങനെ എഴുതി നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇപ്പോൾ നമ്മൾ വെയിറ്റിൻ്റെ കേസ് നോക്കുകയാണ്. ഇവിടെ പറയുന്നത് ഹൈറ്റാണ്. 145 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ 10 പേരുണ്ട്. അതായത് നമുക്കൊരു അറിയില്ല, ചിലപ്പോൾ 146 ഉണ്ടാവാം, 147 ഉണ്ടാവാം, 148 ഉണ്ടാവാം. ഇതിനൊക്കെ നമ്മളൊരു എന്താണ് റേഞ്ചിലേക്ക് കൊണ്ടുവന്നു, ഒരു കണ്ടിന്യൂസ് സീരീസിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് അസൈൻ ചെയ്യുന്നത്. ടോട്ടൽ 70 പേരുണ്ട്. ഈ കേസിൽ ഇവിടെ എത്ര പേരേ ഉള്ളൂ? ഇവിടെ ടോട്ടൽ 6 പേരേ ഉള്ളൂ. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ഓൾമോസ്റ്റ് 160 പേരുണ്ട്. ഇവിടെ 70 പേരുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താണ് 50 കിലോ മുതൽ 60 കിലോ വരെയുള്ള 10 പേര്, 60 മുതൽ 70 വരെയുള്ള 15 പേര്, 70 മുതൽ 80 വരെയുള്ള 20 പേര്. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്ര ഉണ്ട്? 45. അപ്പോൾ ഇത് മൂന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് അറേനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓർഗനൈസിങ് റോ ഡാറ്റ ഈസ് ടു അറേഞ്ച് ദം ബൈ ദർ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അത് ഒരു സംഗതിനെ അറേഞ്ച് ചെയ്യുക. ദ മാസ് ഓഫ് റോ ഡാറ്റ വെൻ യു പുട്ട് ഓർഡർലി അറേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡേഴ്സ് കോൾഡ് എൻ അറേ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഒരു എക്കണോമിക്സിൻ്റെ മാർക്കുകൾ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ അതിനൊന്ന് അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ കിട്ടാതായി അതിനെ അറേ എന്ന് നമുക്ക് വിളിക്കാം അല്ലേ. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ഇതിനെ നമ്മൾ അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങിലോ, അത് അസെൻഡിങ് ഓർഡറിലായി, ഡിസെൻഡിങ് ഓർഡറിൽ ഇതിനെങ്ങനെ ഇട്ടാൽ എന്തായി? അറേ ആയി. അടുത്തതാണ് ഫ്രീക്വൻസി അറേ. അടുത്തത് നമുക്ക് ഫ്രീക്വൻസി അറേ എന്താണെന്ന് നോക്കാം. വൈൽ മേക്കിംഗ് ആൻ അറേ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് സം വാല്യൂസ് ഒക്കർ ഫ്രീക്വൻ്റ്ലി. ചില വാല്യൂസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, മനസ്സിലാവും. അപ്പോൾ അതിനാണ് ഫ്രീക്വൻസി. അപ്പോൾ അറേഞ്ച് ദ ഫോളോയിങ് റോ ഡാറ്റ ഇൻ ഡെയിലി വേജസ് ഇൻ റുപ്പീസ് ഓഫ് 20 പീപ്പിൾ ഇൻ ഫ്രീക്വൻസി അറേ. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നത് കുറച്ച് പേര് ഡെയിലി വേജ് വാങ്ങുന്നുണ്ട്. ചില ആൾക്കാർ 50 വാങ്ങുന്നുണ്ട്, 54 വാങ്ങുന്നുണ്ട്, അല്ല 20 എംപ്ലോയീസാണ് വാങ്ങുന്നത്. ഇതിനെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് മാറ്റണം. ഫ്രീക്വൻസിയിൽ മാറ്റുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ഇവരിവിടെ അസെൻഡിങ് അല്ലേ, 50 മുതൽ എന്തൊക്കെയോ എമൗണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഓർഗനൈസ് ചെയ്യണം. ആദ്യം നമ്മൾ ഇവർ ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നിരിക്കുന്ന എമൗണ്ടുകൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ, സാർ ഇവിടെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതെന്താണ് ഇവിടെ ആകെ ഉള്ളത് എത്രയാണ്? ഇവിടെ ആകെ മൊത്തം 5 നമ്പേഴ്സേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 50 ഒരു വട്ടം, 2, 3, 4, 5, 6 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ആദ്യം ഇവിടെ 50 നേടി. 50 ഇവിടെ ഏറ്റവും ചെറിയ എമൗണ്ട്. 50-ന് താഴെ ഒരു എമൗണ്ട് നിങ്ങളിവിടെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 50 ആദ്യം എഴുതിയതിന് ശേഷം എത്ര ഉണ്ട്? 50 നമ്പർ ഓഫ് എംപ്ലോയീസ് 6. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതേമാതിരി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 51 ഇല്ല, 52 ഇല്ല, 53 ഇല്ല, 54 ഉണ്ട്. 54 1, 2, 3, 4,
5 6 പ്രാവശ്യം 54 വരുന്നുണ്ട്. അപ്പോൾ 54 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീക്വൻസി അറേ വരുന്നത്. അടുത്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് സീരീസിൽ കണ്ട മാതിരി തന്നെ എന്താണ് ഇങ്ങനത്തെ റേഞ്ച് വെച്ചിട്ട്, ഇങ്ങനത്തെ ക്ലാസ്സുകൾ വെച്ചിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ വെയിറ്റ് 40 മുതൽ 45 കിലോ ഉള്ള എത്ര 40 സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായി പറഞ്ഞത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒബ്സർവേഷൻ. ഫോർ എക്സാമ്പിൾ, ദി സ്റ്റുഡൻസ് ഓഫ് എ കോളേജ് മേ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വെയ്റ്റ്സ് ആസ് ഫോളോസ്. അപ്പോൾ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡൻസിന് എന്താണ് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ചിലർക്ക് 41 42 43 ഒക്കെ വരുന്ന ആൾക്കാരെന്താണ് ഈ ഒരു ഇതിൽ പെട്ട് ക്ലാസിഫിക്കേഷനിൽ പെട്ടു. നേരത്തെ നമ്മൾ മറ്റെന്താണ് കണ്ടിന്യൂസ് സീരീസിൽ കണ്ട മാതിരി തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് എന്താണ് നമ്മൾ സെലക്ഷൻ ഓഫ് ദി ക്ലാസ്, നമ്മൾ ആ ക്ലാസ്സിന് ആദ്യം സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു റേഞ്ച് ഓഫ് 5 വെച്ച് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെന്താണ് നമ്മൾ ക്ലാസ് ലിമിറ്റ് സെറ്റ് ചെയ്യുക. അവിടെ നേരത്തെ എന്തായാലും നമ്മൾ കണ്ടത് ഇവിടെ ഇപ്പോൾ എത്ര ക്ലാസ് ലിമിറ്റ് 20 to 30 വരുമ്പോൾ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10. സോറി, ക്ലാസ് ലിമിറ്റ് 10 അല്ല, 20 ലോവർ ലിമിറ്റ്, 30 അപ്പർ ലിമിറ്റ്. 10 അതിൻ്റെ ഡിഫറൻസ്. അതായത് ക്ലാസ് ഇൻ്റർവെലാണ് 10, 20 ലോവർ ലിമിറ്റ്, 30 അപ്പർ ലിമിറ്റ്. ഇവിടെ വരുമ്പോൾ 40 ലോവർ ലിമിറ്റ്, 45 അപ്പർ ലിമിറ്റ്. ഇവിടുത്തെ കേസിൽ 45 ലോവർ ലിമിറ്റ്, 50 അപ്പർ ലിമിറ്റ്. ഇനി ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ലിമിറ്റ് തമ്മിലുള്ള വ്യത്യാസം, ഇവിടുത്തെ ഇത്ര വ്യത്യാസം വരുന്നത് 10. പിന്നെ നമുക്ക് ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റ് കാണാൻ, അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ മിഡ് പോയിൻറ്റ് വരുമ്പോൾ ഇവിടെ 25 നമുക്ക് വരും അല്ലേ. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് ബൗണ്ടറീസ് ആർ കോൾഡ് മാഗ്നിറ്റ്യൂഡ്. പിന്നെ എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഈ ക്ലാസ്സിൻ്റെ അടുത്ത് വരുന്ന എന്താണ് ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എന്താണ് ഫ്രീക്വൻസി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഓരോ ക്ലാസ് നോക്കിയിട്ട് നമ്മളിങ്ങനെ ടാലി മാർക്ക് ചെയ്യുക. ഫ്രീക്വൻസി നമുക്ക് എന്താണ് ഫൈൻഡ് ഫ്രീക്വൻസി, അതായത് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ കാണുമെന്നുള്ളതാണ് നമ്മളിതങ്ങനെ ടാലി മാർക്ക് വെച്ചിട്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. നമുക്ക് 11 12 16 16 21 25 നമ്മളിങ്ങനെ വെറുതെ എഴുതി ഒരു ജസ്റ്റ് ഒന്ന് ഇതുമാതിരി. എന്നിട്ട് നമ്മൾ എന്താണ് ആദ്യം തന്നെ ക്ലാസ് എഴുതി നമ്മൾ ടാലി മാർക്ക് എഴുതി ഫ്രീക്വൻസി എഴുതി. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് നമ്മളിങ്ങനെ കൊടുക്കുക. അതൊക്കെ നമ്മൾ ഇഷ്ടമാതിരിയാണ്. 10 കൊടുത്ത് 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ. 0 to 10 ഇവിടെ എന്തെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിവിടെ ടാലി മാർക്ക് ഒന്നുമില്ല, ഫ്രീക്വൻസി ഒന്നുമില്ല. 10ൻ്റെ 20ൻ്റെ ഇടയിൽ 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 4. 20ൻ്റെ 30ൻ്റെ ഇടയിൽ 1 2 2. ടോട്ടൽ ഫ്രീക്വൻസി 6. അപ്പോൾ എത്രയാണ്? 1 2 3 4 5 6. അതെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 5ാമത്തെ വരികയാണെങ്കിൽ നമ്മളെന്താണ് ഇങ്ങനൊരു ലൈന് നമ്മളിവിടെ വരയ്ക്കും. അപ്പോൾ അടുത്തത് പറയുന്നതാണ് ഒന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡും ഈ ഇൻക്ലൂസീവ് മെത്തേഡും. അപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസ്സുകൾ എഴുതുന്നതെങ്കിൽ 10 ഇങ്ങനെ എഴുതിയ മാതിരി. ഇതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം 0 to 5 5 to 10 10 to 15. ഇതാണ് എക്സ്ക്ലൂസീവ്. ഇനി ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 0 to 9 10 to 19 20 to 29 പിന്നെ 30 to 39. വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഇവിടെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 20 to എക്സ്ക്ലൂസീവിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇവിടെ എന്തില്ല? റിപ്പീറ്റേഷൻ അല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സുഖമാണ്. ഇപ്പോൾ 10 വരികയാണെങ്കിൽ ഇവിടെ എഴുതണോ ഇവിടെ എഴുതണോ എന്ന് ഡൗട്ടില്ല. ഈ ഇൻക്ലൂസീവ് മെത്തേഡിൽ അതെവിടെ വരുന്നുണ്ട്? എക്സ്ക്ലൂസീവിൽ വരുന്നുണ്ട്. ഇവിടെ ഈ ഇൻക്ലൂസീവിന് എങ്ങനെ എക്സ്ക്ലൂസീവ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇൻക്ലൂസീവ് അതായത് നമ്മൾ നേരത്തെ കണ്ട പറയുകയാണെങ്കിൽ ഇൻക്ലൂസീവ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ വരികയാണ്. ഇൻക്ലൂസീവ് സീരീസ് നമുക്ക് 0 തുടങ്ങണം, നമുക്ക് 9 തുടങ്ങാം.
10 to 19, പിന്നെ 19 to 20 to 29, 30 to 39. അപ്പോൾ ഇവിടെ നമുക്കറിയാം അല്ലേ, ഇത് വ്യത്യാസം വന്നു. ഇതിനെങ്ങനെ നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കാം? അത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയി നോക്കുക. എത്ര ഡിഫറൻസ് വരുന്നത്? 20 - 19 ഓർ 30 - 29. രണ്ടും ഡിഫറൻസ് എന്താണ്? 1 വരുന്നത് അല്ലേ. ഈ 1നെ നമ്മൾ ആദ്യം ഹാഫ് ചെയ്യുക. 1ൻ്റെ ഹാഫ് എത്രയാണ്? 0.5. ഈ 0.5 ആദ്യം ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, ഇതിൽ നിന്ന് ആഡ് ചെയ്യുക, വീണ്ടും ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, ഇതിൽ നിന്ന് ആഡ് ചെയ്യുക. ഇതിൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ 9.5, ഇതിലേക്ക് ആഡ് ചെയ്താൽ 19.5, ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 19.5, ഇതിലേക്ക് ആഡ് ചെയ്താൽ 29.5, ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 29.5, ഇതിലേക്ക് ആഡ് ചെയ്താൽ 39.5. അപ്പോൾ ഈ ഇൻക്ലൂസീവ് സീരീസ് എന്തായി? എക്സ്ക്ലൂസീവായി മാറി. അപ്പോൾ ഇത്രയും മെയിൻലി നമ്മൾ ഈ ഒരു ചെറിയൊരു സബ്ജക്റ്റിൽ, അതായത് ചാപ്റ്ററിൽ വരുന്നുള്ളൂ. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.